നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 20 വർഷം മുമ്പ് ഇനി CPM ആയാലും കോൺഗ്രസ് ആയാലും അതിന് SFI മുതൽ CPM വരെയും അല്ലെങ്കിൽ KSU മുതൽ കോൺഗ്രസ് വരെയുമുള്ള നേതാക്കൾക്കൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിലാണെങ്കിൽ വെള്ളമുണ്ടും വെള്ള ഷർട്ടും അതൊക്കെല്ലാം ഖദറായിരുന്നുവെങ്കിൽ CPM അങ്ങനെയല്ല, അവർ വെള്ളമുണ്ടും വെള്ള ഷർട്ടും അത് ഖദറായിരിക്കില്ല എന്നുള്ള വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ദീർഘകാലം അങ്ങനെ തന്നെയായിരുന്നു നേതാക്കളെയൊക്കെ മലയാളി കണ്ടുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ചില ആളുകളൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഈ നിറം മാറ്റി പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. വല്ലപ്പോഴും ചില നേതാക്കളൊക്കെ പാൻസിലേക്ക് മാറിയ പരീക്ഷണങ്ങളും ഒക്കെ നടന്നു. അപ്പോഴും ഒക്കെ അതൊരു പൊതു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 10-15 വർഷത്തിനിടയിലാണ് എനിക്ക് തോന്നുന്നു ആദ്യം SFI നേതാക്കളൊക്കെ അങ്ങനെ നിറം മാറ്റി അവർ കളർ ഡ്രസ്സിലേക്കൊക്കെ വരുന്നു. പിന്നീട് DYFI നേതാക്കളൊക്കെ വരുന്നു. അപ്പോഴും CPMലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലാകെ ഒന്നും അത്ര മാറ്റമുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായി അങ്ങനെയല്ല. രണ്ട് പാർട്ടിയിലെയും ചെറുപ്പക്കാരെല്ലാം കളർ ഡ്രസ്സ് ഇടുന്നു. അവർ പാൻസ് ഇട്ടും ജീൻസ് ഇട്ടും ഒക്കെ പൊതുവേദിയിലേക്ക് വരുന്നു. MLA മാരും MP മാരും ഒക്കെ ജീൻസ് ഇട്ട് നിൽക്കുന്ന MP MLA ഒക്കെ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതുമയല്ല. അല്ലെങ്കിൽ നല്ല ചുള്ളന്മാരെ പോലെയുള്ള കള്ളി ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നവരും ഒന്നും പുതുമയല്ല. അപ്പോൾ അതിനിടയിലാണ് അജയ് തറയിലിനെ പോലെ ഒരു മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് ഖദർ എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ദേശീയതയുടെയൊക്കെ ഒരു സിമ്പലാണ്. അതൊരു പോരാട്ടത്തിൻ്റെ അടയാളമൊക്കെയാണ്. അതുകൊണ്ട് ഖദർ ധരിക്കണം, ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുടെ നിരയൊന്നും ഖദർ മാറിയിട്ട് അവർ DYFIക്കാരെ പോലെ കളർ ഡ്രസ്സൊന്നും ഇടരുത് എന്നുകൂടി അദ്ദേഹം ഉപദേശിക്കുന്നു. പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്നും ശബരിനാഥിൻ്റെ മറുപടി വരുന്നു. ഡ്രസ്സിലല്ല കാര്യം, മനസ്സിലാണ് കാര്യം എന്ന് പറയുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രായോഗികമായ ഒരു വിഷയം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒരു ഖദർ ഷർട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അത് ഇടണമെങ്കിൽ, അങ്ങനെ ഇടണമെങ്കിൽ എടുക്കുന്ന പൈസ കൊണ്ട് 5 സാധാരണ ഷർട്ട് നമുക്ക് തേച്ചെടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു പ്രായോഗികത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ KPC പ്രസിഡന്റായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ ഈ ഡ്രസ്സിലൊന്നും കാര്യമില്ല, അത് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടുകൊട്ടില്ലേ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു ആകെ അജയ് തറയിലിനെ അനുകൂലിച്ച് ഇതുവരെ ഫേസ്ബുക്കിൽ കണ്ടതിൽ അനിൽ ബോസ് മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് ഇടയ്ക്ക് രംഗത്തും. അദ്ദേഹവും പക്ഷേ ഞാനും ഇടയ്ക്ക് കളർ ഡ്രസ്സൊക്കെ ഇടുന്ന ആളാണ് എന്ന് കൂടി പറയുന്നു. എന്തായാലും സ്ഥിരം നമ്മൾ ഗൗരവമുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ വിഷയങ്ങൾ എടുക്കുമ്പോൾ ചിലർക്കെങ്കിലും പരാതിയുണ്ട്. എല്ലാവർക്കും ഒക്കെ അഭിപ്രായം പറയാൻ കഴിയുന്ന കുറച്ചുകൂടി ലളിതമായ വിഷയങ്ങൾ എടുക്കണമെന്ന് ദീർഘകാലമായി കുറേയേറെ പ്രേക്ഷകർ കൂടി ആവശ്യപ്പെടുന്നതാണ്. ഇക്കാര്യത്തിലൊക്കെ അങ്ങനെ രാഷ്ട്രീയമൊന്നും ആഴത്തിൽ അറിയണം എന്നില്ല. ഇതൊക്കെ അഭിപ്രായം പറയുന്നതിന് എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന അത്തരമൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. കോൺഗ്രസിൽ ഖദറോ കളറോ? ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ കണ്ണൻ, ഈ കോൺഗ്രസിനകത്ത് ഖദർ തന്നെ ഇടണം എന്നൊക്കെയാണ് അജയ് തറയിൽ പറയുന്നത്. പക്ഷേ ചെറുപ്പക്കാരെല്ലാം ഖദറൊക്കെ മാറി എന്നെ കളറായിട്ട് അല്ലെങ്കിൽ ഖദർ തന്നെ വേണമെന്ന് നിർബന്ധം. അവരും ഖദർ ഇടില്ല എന്നല്ല, ഖദർ തന്നെ വേണം എന്നുള്ള നിർബന്ധമൊക്കെ അവരൊക്കെ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. എല്ലാവരും കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്ര ചെറുപ്പക്കാരനൊന്നുമല്ല എങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് പോലും കളർ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു പൊതുവേദിയിലും എപ്പോഴും എല്ലാം വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാർ. ഇപ്പൊ നേതാക്കൾ തന്നെ അതിൽ ഒരു വിശദീകരണം നടത്തിയത്. കാരണം ഡ്രസ്സിൽ ഒരു ഇതല്ല, നമ്മളുടെ പ്രവൃത്തിയിലാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള ആ ഒരു വേഷത്തിനും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ആ പ്രവൃത്തിയിൽ നന്മയുണ്ടാകണം. ഡ്രസ്സിൽ നമുക്ക് ഏത് ഇപ്പം വെള്ളം ഇട്ടിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ദുഷ്ടയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പ്രവൃത്തി തന്നെയാണ് ഏറ്റവും പ്രധാനം, വസ്ത്രമല്ല. ശ്രീ ഇടയം മുരളിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് ഈ വസ്ത്രധാരണത്തെ, താങ്കളുടെയൊക്കെ കാലത്തെ ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവായി CPMമാരെ കണ്ടാലും കോൺഗ്രസ്സുകാരെ കണ്ടാലും ഒക്കെ വസ്ത്രം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ആ തരത്തിലേക്കുള്ള വസ്ത്രധാരണ രീതി കൂടിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ, എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സിന് മുകളിലുള്ള നേതാക്കൾ മാത്രമേ ഉള്ളൂ മാറാൻ, ബാക്കിയുള്ളവരൊക്കെ മാറിക്കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി യൂസഫ് മെഹർലിയുടെ ഓർമ്മദിനമാണെന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് പ്രണാമം അർപ്പിക്കട്ടെ. ശരി. അപ്പൊ കോൺഗ്രസ് ഒരു വസ്ത്രം കണ്ടാൽ പെട്ടെന്ന് ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു വസ്ത്രധാരണമാണ് ഖദർ. അത് വെള്ള ഖദർ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷേ ഇതിന് രാഷ്ട്രീയമായിട്ട് ഖദറിട്ടത് കൊണ്ട് കോൺഗ്രസ്സുകാരനും ആവുന്നില്ല, ഒരു CPMകാരൻ ഖദറിട്ടത് കൊണ്ട് കോൺഗ്രസ്സുകാരനും ആവുന്നില്ല. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂസഫ് മെഹർലി വരെ ഖദർ ധരിച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്
നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ഖദർ. അതിന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പം കോൺഗ്രസ്സുകാരെ ഒരു കുറ്റവും പറയാൻ CPM-മാർക്ക് ഇല്ലാത്ത സമയത്താണ് ഇത്തരം ബാലിശമായ വിഷയങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരെ CPM തമ്മിലുള്ള വിഷയമൊന്നും അല്ല. CPM-ലും ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ മന്ത്രിമാരെ അടക്കം കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചെക്ക് ഷർട്ടും കളർ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ പുറത്തു വരുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അതങ്ങനെ യഥാർത്ഥത്തിൽ ഇത് ഒരു മുൻ തലമുറയും പിൻ തലമുറയും തമ്മിലുള്ള വിഷയമാണ്. അതിനെ അങ്ങനെ രാഷ്ട്രീയ വിഷയമാക്കി അങ്ങനെ വലുതായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ അജിത്രയിൽ പറഞ്ഞെങ്കിൽ ഞങ്ങള് നാഷണൽ ജനതാദളുകാര് കളറാണ് ധരിക്കുന്നത്. ശരി, നാഷണൽ ജനതാദളുകാർക്ക് കളർ ഡ്രസ് ഇടുന്നത് പ്രശ്നമുണ്ടോ? അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് കതർ ധരിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങള് കതർ ധരിച്ചെന്ന് വിചാരിച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാരാവത്തില്ല. അപ്പൊ കോൺഗ്രസിനകത്ത് കാണുന്ന എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ശക്തിയുക്തം അത് അഭിപ്രായം പറയുന്നവരുമാണ് ഞങ്ങൾ. കാര്യം ഈ നമ്മുടെ പഴയ ഈ അടിയന്തരാവസ്ഥയിൽ തന്നെ പലപ്പോഴും ശരി, ഓക്കെ, നമുക്ക് അത്രയും വിശദമായി പോകാൻ. ശ്രീ അരവിന്ദാക്ഷനാണ് പാലക്കാട്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചുകൊണ്ട് MLA-മാരോ MP-മാരോ ഒക്കെ ആയി നിൽക്കുന്ന ഒരവസ്ഥ, അതിന് ഒരു തെറ്റുണ്ടോ? അവർ നിശ്ചിത വേഷം തന്നെ രാഷ്ട്രീയക്കാർ ധരിക്കണം, അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കേണ്ടതുണ്ടോ? ഇല്ല 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 അജയ് തറയലിന് കളറോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അത് നമ്മൾ അംഗീകരിക്കുന്നത് ആവാം, അത് തെറ്റല്ലെങ്കിൽ. ചെറുപ്പക്കാരെ അവർക്ക് ഇഷ്ടം പോലെ ധരിക്കട്ടെ, അവർ കളറായി പ്രവർത്തിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് കോൺഗ്രസിന് നല്ല കളറായിട്ടുള്ള കുറച്ച് യുവാക്കൾ എന്തുകൊണ്ടോ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത് സന്തോഷമാണ്. നല്ല മിടുക്കം, നല്ല ചന്തമുള്ള യുവാക്കളാണ്, ശരിയല്ലേ? അവർ കളർ ധരിക്കട്ടെ, പ്രവർത്തിക്കട്ടെ. ശരി, ഓക്കെ, എന്തായാലും ആരായാലും കളർ ധരിക്കട്ടെ, അത് നല്ല കാര്യം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കൾക്ക് എങ്ങനെയാണ് ഈ കോൺഗ്രസിലും CPM-ലും ഒക്കെ പോലെ താങ്കളുടെ പാർട്ടിയിൽ എങ്ങനെ ഈ കളർ വേണം, ഇന്നത് വേണം എന്നുള്ള നിർബന്ധം ഒക്കെ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ പാർട്ടി ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. താങ്കളുടെ ചാനലിൽ ഒരുപാട് എന്തിനാണ് സാറേ കോൺഗ്രസിന് ഇങ്ങനെ അപമാനിക്കുവാൻ ന്യൂസ് 18 ചാനൽ തയ്യാറാവുന്നത്? ഇതെന്താണ് അപമാനം? എന്താണ് ഇതിൽ? അത് 2 ദിവസമായി ചോദിക്കുന്നത്. താങ്കൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു യുവാക്കൾ വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടുവോ? ഇപ്പൊ കതറിട്ടാൽ കോൺഗ്രസ് രക്ഷപ്പെടുവോ? കതറിട്ടാൽ കോൺഗ്രസ് രക്ഷപ്പെടുവോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല എവിടെയും. അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ ആവുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമെല്ലാം താങ്കൾ കേട്ട് കാണുമല്ലോ. അത് താങ്കൾക്ക് കോൺഗ്രസിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചെലവിൽ തീർക്കണ്ട, അല്ലാതെ തീർത്താൽ മതി. എനിക്ക് കോൺഗ്രസിനോട് ഒരു വിരോധമില്ല. ഞങ്ങളുടെ പാർട്ടി ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം തീരുമാനിക്കുന്ന പാർട്ടിയാ അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ടിയിലെ ചില ആളുകൾ അല്ലെങ്കിൽ ചില അനുബന്ധ സംഘടനക്കാർ തീരുമാനം എടുക്കുമ്പോഴാണ് ആളുകൾ എതിർക്കുന്നത്. ആളുകളല്ല, ന്യൂസ് 18 പോലത്തെ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു ചാനൽ ഞങ്ങളിത് വീക്ഷിക്കുകയും കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് അതിനൊരു ദേശീയ രാഷ്ട്രീയമുണ്ട്, ദേശീയ കാഴ്ചപ്പാട് എന്നുള്ള നിലക്കാണ്. പക്ഷെ കോൺഗ്രസിൽ ഇനി കളറിട്ടാലും അജയ് തറയലിനെ പോലത്തെ നേതാക്കന്മാർക്ക് അറിയാം സ്വാതന്ത്ര്യ സമര കാലത്തും കോൺഗ്രസ് എന്തായിരുന്നു, കോൺഗ്രസ് എവിടെയായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ് എവിടെയാ? കളറിട്ടാലും കോൺഗ്രസിന് ഇന്ത്യയിൽ ജനങ്ങൾ ഒരു വില കൽപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം അവർക്ക് രാജ്യമില്ല, രാജ്യസ്നേഹമില്ല. പിന്നെ എന്തിനാണ് കതറിടുന്നത്? ശ്രീ ബാലകൃഷ്ണൻ, ഈ കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര കാലത്തെ രാജ്യസ്നേഹമൊക്കെ താങ്കൾ പറയുമ്പോൾ കേൾക്കുന്ന ചരിത്രബോധമുള്ള ആളുകൾക്ക് ചിരിയാണ് വരുന്നത്. അതാണ് അജയ് തറയിൽ പറഞ്ഞത്. സാർ കേൾക്കാമോ? അജയ് തറയിൽ പറഞ്ഞത് സ്വാതന്ത്ര്യ സമര കാലത്തും ഇന്ത്യയുടെ നിലനിൽപ്പിനും കോൺഗ്രസ് അനിവാര്യമായിരുന്നു. പക്ഷെ ഇന്ന് 4 വോട്ടിന് വേണ്ടി ഭീകരവാദികളും ഇന്ത്യ വിഘടിക്കാൻ വേണ്ടിയുള്ള ശക്തികളെ കൂട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇനി കളറിട്ടാലും കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങൾ നിഷ്പ്രിയ തള്ളിക്കളഞ്ഞിരിക്കുന്നു സാർ. പിന്നെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണമെന്നോ ഏത് വസ്ത്രം ഇടുന്നവരെന്ന് നിങ്ങൾ എത്ര പ്രചരിപ്പിച്ചാലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് അതറിയാം. അത് കള്ളപ്രചരണമാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീ ബാലകൃഷ്ണന്റെ അഭിപ്രായങ്ങളൊക്കെ രസകരമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ചുള്ള ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഖദർ എന്നത് അജയ് തറയിൽ പറഞ്ഞത് ശരിയാണ്, അതൊരു ദേശീയതയുടെ അടയാളം ഒക്കെ ആയിരുന്നു. ഒരു കാലത്ത് അതൊരു ഖദർ ഇടുന്നത് ഒരു രാഷ്ട്രീയമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമൊക്കെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഖദർ ഇടണം എന്നൊക്കെ യുവാക്കളും ഖദർ ഇടണം എന്നൊക്കെ വാശി പിടിക്കേണ്ടതുണ്ടോ? അത് സാറേ, പിന്നെ മഹാത്മാഗാന്ധി, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ല പിന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയല്ലേ ഖത്തർ. അത് അന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു.
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ നൂത്ത് തറയിൽ എടുത്ത് നമ്മൾ തന്നെ വസ്ത്രമുണ്ടാക്കി നമ്മൾ തന്നെ തുന്നിയ വസ്ത്രം നമ്മൾ തന്നെ ധരിക്കുക എന്നുള്ളത് അത് വലിയൊരു പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. പക്ഷെ അത്തരമൊരു കാലമല്ലല്ലോ ഇപ്പോൾ. അതെ, ഹാൻഡ് വർക്ക് അന്ന് ജനറേഷൻ ആ ഒരു ഇത് കാണിക്കുന്നത്. അതായത് മഹാത്മാഗാന്ധി, ഞാൻ എപ്പോഴും പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ധീര വനിത ഇന്ദിരാഗാന്ധി, പിന്നെ നല്ല ക്വാളിഫൈഡുള്ള നല്ല നേതാക്കന്മാർ, പക്വതയും എല്ലാം കൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെ കഠിന പ്രയത്നത്തിലാണ് കോൺഗ്രസിലേക്ക് കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അത് മറക്കരുത്. അതായത് കോൺഗ്രസ് ആ ഇന്ത്യക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ തന്നെ അടിയന്തരാവസ്ഥ കൊണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ അടിയന്തരാവസ്ഥയെക്കാട്ടിയും ഇതാ, അതായത് ED, NIA അവരെല്ലാം കൊണ്ട് ആളെ പീഡിപ്പിക്കുക, പലതരത്തിലും പിടിക്കുക. ഇന്ദിരാഗാന്ധി ഒരാളെ കൊന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് മരണം സംഭവിക്കുന്നുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ ശ്രീ ദിവാൻ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ അങ്ങനെ താങ്കൾ പറയുന്ന പോലെ അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. അത് എപ്പോഴും ഇതല്ല നമ്മുടെ വിഷയം, അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത അടയാളം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഒരു മരണം സംഭവിച്ചില്ല, ഇത് കൊലപാതകം. നമുക്ക് തൽക്കാലം അത്തരം ചർച്ചകളിലേക്ക് പോകാൻ സമയമില്ല ശ്രീ ദിവാൻ. താങ്കൾ ഇതിലേക്ക് നിൽക്കാം. മത നേതാക്കന്മാർ കൊല്ലുന്നില്ല, ഇത് അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവര് ധീരവനിതയല്ലേ. മത നേതാക്കന്മാർ ചെയ്യുന്നതും ഇതുമായിട്ടൊന്നുമല്ല. എന്തായാലും ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ താങ്കൾ ഈ കണ്ടു തുടങ്ങിയ കാലത്ത് അത് CPM-ന്റെ നേതാക്കളായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ നേതാക്കളായാലും കോൺഗ്രസ് നേതാക്കളായാലും ഒക്കെ അവരെ കണ്ടാൽ താഴെത്തട്ടിൽ മുതൽ ഒരു വാർഡ് നേതാവ് മുതൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, വസ്ത്രധാരണമൊക്കെ മാറി. എങ്ങനെയാണ് ഈ മാറ്റത്തെ താങ്കൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാനുണ്ട് ഇവിടെ തന്നെ. അനിയൻകുട്ടനെ കാണാനില്ല. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞു. ഒരു 2 മിനിറ്റ്. എനിക്ക് ഈ കൃഷ്ണൻകുട്ടി മനകലേക്കും ഈ നമ്മുടെ ഈ ദീപു തിരുവനന്തപുരമില്ലേ, അവർക്ക് പിന്നെ രാജൻ എന്ന് പറഞ്ഞൊരു പുള്ളി കൊല്ലത്തൊന്നും വിളിക്കില്ല. അത്ര സമയം നമുക്ക് വരണ്ട. 2 മിനിറ്റ്. ഓക്കെ, പറഞ്ഞോളൂ. സാറേ, ഇന്നത്തെ വിഷയം ഇതായിരുന്നു. കാതറും കളറും മണ്ണാങ്കട്ടയെ കൊണ്ടുവന്നെ നമ്മുടെ ഈ കേരളത്തിൽ കിടന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്, ഈ ആശുപത്രി കിടന്ന് അനുഭവിക്കേണ്ട കാര്യം നിങ്ങളുടെ ഈ റേറ്റ് തന്നെ നിങ്ങൾ തന്നെ കളഞ്ഞു കുളിക്കുക. ഈ ആശുപത്രി കിടന്ന് ഇന്ന് പത്തനംതിട്ടയിലൊക്കെ ഓരോ 4 മണി വരെയുള്ള സംഭവമൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള പറയാനിരിക്കുന്നത് ഈ കളറിന്റെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ മരിയോ മന്ത്രി തന്ന ഒരു പേപ്പറെ വെച്ച് നിങ്ങളിങ്ങനെ കേരളത്തിലെ ജനങ്ങളെല്ലാം നിങ്ങൾ അപമാനിക്കുക. ഇഷ്ടംപോലെ രോഗികൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ പറഞ്ഞതിനെ അതേ സ്പിരിറ്റിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങേറ്റം തെറ്റായ പരിപാടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ശരി, അംഗീകരിക്കുന്നു. അത് താങ്കൾ പറയുന്നതിനെ അതേ സ്പിരിറ്റിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞ വിമർശനത്തെ അതേ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ഇതൊരു ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് അങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമല്ല. എല്ലാവർക്കും ധരിക്കാം. അതിന്റെ കളർ ഉദ്യോഗസ്ഥ പരിപാടി ആലപ്പുഴ നടന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പരിപാടി കൊണ്ട് പറഞ്ഞു. ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടൻ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനിന്ന് പറഞ്ഞോളട്ടെ, നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നത് അത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചർച്ച കൊണ്ടുവന്നാൽ നിങ്ങളുടെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള. ശരി, ഓക്കെ. ഞാൻ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അത്തരം വിഷയങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നിരന്തരമായി നമ്മുടെ പല പ്രേക്ഷകരും നിങ്ങളിങ്ങനെ നിരന്തരം ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഇടയ്ക്ക് ചില ലൈറ്റായ വിഷയങ്ങളും കൗതുകമുള്ള വിഷയങ്ങളും ഒക്കെ എടുക്കണം എന്നതുകൂടി അഭ്യർത്ഥിച്ചു. ഞാനത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. നമ്മൾ സ്ഥിരം ഇങ്ങനെ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ കട്ടിയായുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒരു ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒക്കെ കൗതുകപൂർവ്വം സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കൂടി വേണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം എടുത്തത്. താങ്കൾ അതല്ല, ഗൗരവമുള്ള വിഷയം തന്നെ വേണം എന്നുള്ള അനിയൻകുട്ടൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മാനിക്കുന്നു. ശ്രീ സഞ്ജു ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സഞ്ജു, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറ് വലിയ കഷ്ടമാണത്. കാരണം ഏത് വസ്ത്രം ധരിച്ചാലും ഏത് ഇട്ടാലും ഒക്കെ ശരിയാ. ഈ നാട്ടിലുള്ള ജനത്തിനോട് ഇവർ ചെയ്യുന്നത് വലിയ കൊലച്ചതിയാന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലെ ഈ കിരാത ഭരണം അവസാനിപ്പിക്കാനായിട്ട് ജനം നോക്കിയിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതൊരു ചർച്ചയാക്കി വെറുതെ ഇനി 3ാമത് തവണയും കൂടെ ഈ പിണറായി വിജയനെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് ഇവര് ആസൂത്രണം ചെയ്യുന്നത്. അത് വലിയ നേതാക്കന്മാരാണ്. നമ്മളിപ്പോ ക്യാപ്റ്റൻ കമാൻഡർ എല്ലാം പറഞ്ഞ് ഒരേ പ്രശ്നങ്ങൾ. അതുപോലെ ശശി തരൂര് എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, അതിനെക്കുറിച്ച് പറയാണ്ട് അവർ തമ്മിൽ പ്രശ്നമുണ്ടാക്കി ഇനിയും LDFന് ഒരു അവസരം കൊടുത്ത ജനം പേടിയോടെയാണ് നോക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഇവര് തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാവണത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഖത്തർ ഇടുന്നില്ലല്ലോ, അപ്പൊ ഇവരും ഖത്തർ ഇടാന്ന് പറഞ്ഞു.
അത് എന്നും കതറിടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സീനിയർ നേതാക്കന്മാര് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഒരു പ്രശ്നങ്ങളാക്കി വെറുതെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്ത് കോൺഗ്രസിനും UDF-നും എതിരാക്കിയ ഒരു സംഭവം ഉണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നും നല്ലതല്ല. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിൽ ശിവൻകുട്ടി CR പറയുന്നു, ധരിക്കുന്ന ഉടയാടയല്ല രാഷ്ട്രീയത്തിന്റെ പ്രതീകം, പൊതുജനങ്ങളുമായി എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും. അത് ശരിയാണ്, 100%. ധരിക്കുന്ന വസ്ത്രം ആയിക്കോട്ടെ, അതിനപ്പുറം ജനങ്ങളുമായിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു, ഖദറും കളറുമല്ല നല്ലത് ചെയ്യണം എന്ന് പറയുന്നു. കറക്റ്റാണ്, അങ്ങനെയാണ് വേണ്ടത്. ഖദറിട്ടാൽ ബാറിൽ പോകാൻ ഒരു ജാള്യത തോന്നുമെന്ന് മോഹനൻ ES പറയുന്നു. അതാണ് അത് നേതാക്കന്മാരായിരുന്നവർക്ക് ഖദറിട്ടാൽ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് തോന്നേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് അവർക്കിപ്പോൾ ഏത് ഡ്രസ് ഇട്ടാലും അവരെ ആളുകൾ തിരിച്ചറിയുമോ എന്നൊക്കെ തോന്നി ചിലപ്പോൾ ജാള്യത തോന്നാം. അല്ലാത്ത ആളുകൾക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ അരുന്ധതി കോലപ്പറമ്പത്ത് നമസ്കാരം പറയുന്നു. ജയകുമാർ നമസ്കാരം. ഖദറിന് കിട്ടുന്ന ബഹുമാനം കളറിന് കിട്ടില്ല എന്ന് പറയുന്നു. അതിൽ ഒരു പരിധിവരെ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്ത്രത്തിന് അധിക ബഹുമാനമില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. പലപ്പോഴും നേരത്തെയൊക്കെ വലിയ ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരാൾ അത്തരം നേതാവിൻ്റെ ലുക്കിലൊക്കെ ഈ ഖദറൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് എന്തോ ഒരാളാണെന്ന് തോന്നാനുള്ള അത്തരം ഒരു മാനസികാവസ്ഥ എന്തായാലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഡ്രസ്സൊക്കെ നോക്കിയ ആളുകൾ അങ്ങനെയൊക്കെ തീരുമാനിക്കാറുണ്ട്. പക്ഷേ അത് ശരിയല്ല, ഡ്രസ്സല്ല ഒരിക്കലും തീരുമാനിക്കേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഗാന്ധിജിയുടെ ഖദറൊക്കെ പോയി കിരൺ, ഈ ഖദറിൻ്റെ പോക്കറ്റിൽ എപ്പോൾ വീർക്കുമെന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളെന്ന് ഷാജി കണിയാപ്പറമ്പിൽ ആണ് പറയുന്നത്. എന്തായാലും ഇന്ന് കിരൺ കളറായി ഉരുളക്കുപ്പേരിയുള്ള മറുപടി കലക്കി എന്ന് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നത്. നന്ദി ശ്രീ ഷാജി കണിയാപ്പറമ്പിൽ. ഇതൊരു ഇന്നത്തെ വിഷയം അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരു വിഷയം കൂടിയാണ്. എല്ലാവർക്കുമൊക്കെ കൗതുകം ഒക്കെ പറയാവുന്ന വിഷയവും അല്പം തമാശ പറയാവുന്ന വിഷയം കൂടിയാണ്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, ഈ യഥാർത്ഥത്തിൽ ഈ ഖദറിന് അതിൻ്റെതായ മഹത്വമുണ്ടെന്നും അതിൻ്റെ ആശയമുണ്ടെന്നും രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെ ഒരു ഖദർ ഇടണം, കോൺഗ്രസ് നേതാക്കൾ യുവാക്കളൊക്കെ ഖദർ ഇടണം എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനിതിന്റെ രണ്ടു വശം പറയാൻ ശ്രമിக்கிறேன். ഇപ്പൊ ഖദർ കോൺഗ്രസിന്റെ ആത്മാവാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ശരി തന്നെയാണ്. എങ്കിൽ 2013-14 വർഷത്തെ ഖാദി ബോർഡ് ഇന്ത്യയുടെ ബിസിനസ് എന്ന് പറയുന്നത് 31,154 കോടി രൂപയാണ്. 24-25 ബിസിനസ് എന്ന് പറഞ്ഞ 1.7 ലക്ഷം കോടിയാണ്. എന്ന് പറയുമ്പോൾ അവർ നിരന്തരം വെറുക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഖാദി ബോർഡ് ഇന്ത്യയെ ഏത് ലെവലിൽ കൊണ്ടുവന്നു എന്ന് കോൺഗ്രസ് വിലയിരുത്തണം. അപ്പൊ കോൺഗ്രസിന്റെ ആത്മാവല്ല ഖദർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. അതെല്ലാവരും ഖദർ ധരിക്കണമെന്നാണ് എനിക്ക് ഇതിനകത്തിൽ അഭിപ്രായം. ഇനി രണ്ടാമത്, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇപ്പം 55 വയസ്സുള്ള രാഹുൽ ഗാന്ധി ഒരു ചെറുപ്പക്കാരനാണല്ലോ. രാഹുൽ ഗാന്ധി ഇന്നുവരെ ഖദർ ധരിച്ചു കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഖദർ ധരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം എന്തും ധരിച്ചോട്ടെ, അത് നമ്മുടെ രാഹുൽ ഗാന്ധി ഖദർ ധരിച്ച് കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ദീർഘകാലം ഈ ജുബയും അദ്ദേഹത്തിന്റെ കുർത്തയുമായിരുന്നു അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം വേഷം. പിന്നീട് അടുത്ത കാലത്താണ് അദ്ദേഹം ആ വേഷം മാറ്റിയത്. ഷർട്ടുമായി നമ്മളിപ്പോ നമ്മുടെ പാർലമെന്റിലൊരു ഡ്രസ് കോഡും പ്രോട്ടോക്കോളും ഒന്നും ഇല്ല. ഈ എങ്കിൽ തന്നെയും പരമ്പരാഗതമായിട്ട് നമ്മുടെ നേതാക്കന്മാരും റെപ്രസെന്റേഷൻ ഉള്ളവരെല്ലാം ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ നിന്നും മാറിയാണ് അദ്ദേഹം ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. അത് ഖദറല്ല. ഇതെല്ലാം പൊട്ടി അടുത്ത സമയത്ത് അദ്ദേഹത്തെ ഒരു ചർച്ചയെ കണ്ടു. കാർഗോ പാന്റ് അറിയാമല്ലോ, ഒരു 5-6 പോക്കറ്റും ഒക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു എന്താ പറയുന്ന ഒരു കാഷ്വൽ വിസിറ്റിന് എങ്ങാണ്ട് പോകുന്ന രീതിയിൽ അദ്ദേഹം ഒരു അല്ല. അങ്ങനാണെങ്കിൽ അജയ് തറയിൽ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, അജയ് തറയിൽ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നല്ലതല്ലേ? ഏത് നേതാവായാലും അങ്ങനെ നേതാക്കളെല്ലാം ബലം പിടിച്ചു പോകണം, നേതാക്കൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കണമെന്നുള്ളതൊക്കെ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരാൾ അങ്ങനെയൊക്കെ മാറുന്നെങ്കിൽ അത് നല്ലതല്ലേ? ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് ഒരു നേതാവ് നമ്മുടെ നിൽക്കുന്നത് വിദേശ രാജ്യത്തൊക്കെ എത്രയോ നേതാക്കൾ അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നു. അല്ലല്ല, വിദേശ രാജ്യത്ത് നമ്മളെ ഏത് നേതാവിനെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ നമ്മുടെ യുക്രൈൻ പ്രസിഡന്റിന്റെ വ്ളാഡിമിർ സെലൻസ്കി വിദേശ യാത്രകളിലും വിദേശ സന്ദർശനവും ഈവൻ ട്രംപുമായിട്ടടക്കം ചർച്ച നടത്തിയപ്പോഴൊക്കെ അദ്ദേഹം ധരിച്ച വേഷം താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. വ്ളാഡിമിർ സെലൻസ്കിയെ മാത്രമാണ് ഈ അടുത്ത കാലത്ത് അത്തരം ഒരു വേഷത്തിൽ കണ്ടത്. വ്ളാഡിമിർ സെലൻസ്കി അങ്ങനെ റഷ്യ പോലെ ഒരു വലിയ രാജ്യത്തിനെതിരെ സ്വന്തം ചെറിയൊരു രാജ്യമായിട്ട് പോലും യുദ്ധം ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ നേതാവല്ലേ?
അല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയതെന്നാണ് ഞാൻ എവിടെയൊക്കെ എങ്ങനെയായാലും അതൊന്നും വസ്ത്രത്തിലൊന്നും അങ്ങനെ നമ്മൾ ഗൗരവം പിടിക്കേണ്ട. പണ്ടത്തെ കാലത്തായിരുന്നു ഈ വസ്ത്രം നോക്കി ആളുകളെ തിരിച്ചറിയാൻ. അത് ഈ വസ്ത്രത്തിന്റെ ഈ വസ്ത്രദാനത്തിൽ ഈ പ്രത്യേകത വെച്ചതന്നെ അതിനുവേണ്ടിയാണല്ലോ. നിങ്ങൾ കൂടിയ ആളാണ്, നിങ്ങൾ കുറഞ്ഞ ആളാണ് എന്നൊക്കെ വസ്ത്രം നോക്കി തിരിച്ചറിയണം. അതുകൊണ്ട് പാവപ്പെട്ടവന് വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നില്ല, മേൽമുണ്ട് ധരിക്കരുത്. അത്തരം വലിയ ചരിത്രത്തിലൂടെ കടന്നു വന്നതല്ലേ ഈ കേരളവും നാടും ഒക്കെ. അല്ലല്ല, അത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഒരു വിഷയത്തിന്റെ രണ്ടായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. ഖാദി ഇടുന്നവരൊക്കെ വല്ലതും ചെറിയവരാണ്. അല്ല, ഖാദി ഇടുന്നതല്ല ഞാൻ പറഞ്ഞ. താങ്കൾ വിദേശത്തെ ഭരണാധികാരികളൊക്കെ പോകുമ്പോൾ അവർക്കൊരു ഒഫീഷ്യൽ ഡ്രസ്സ് വേണ്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഒഫീഷ്യൽ ഡ്രസ് അല്ല, അവരൊക്കെ അവരവരുടേതായ രാജ്യത്ത് നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഈവൻ പാകിസ്ഥാൻ ഉൾപ്പെടെയാണ് സൂട്ട് ധരിക്കുന്നവരാണ്. അവരൊക്കെ ആ രീതിയിൽ ധരിച്ചു വരുന്നവരാണ്. നേരെ മറിച്ച് ഒരു മഫ്ലറും കെട്ടി ഒരു എന്താ പറയുന്നത് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടല്ല അവരാരും വരുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വട്ടമേശ സമ്മേളനത്തിന് ലോകം കണ്ട ഇന്നേ വരെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ സാക്ഷാൽ മഹാത്മാഗാന്ധി പോയത് എങ്ങനെയാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അറിയാമല്ലോ, മഹാത്മാഗാന്ധി പ്രതിഷേധത്തിന്റെ എന്തിന്റെ ഭാഗമായി പോയാലും അങ്ങനെ അത് ആ ഡ്രസ്സിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ തലപ്പാവിലും നിങ്ങളുടെ കിരീടത്തിലും നിങ്ങളുടെ കോട്ടിലും സൂട്ടിലും ഒന്നും ഒരു കാര്യമില്ല. അതിനൊക്കെ അപ്പുറമാണ് യഥാർത്ഥ നേതാവ് എന്നുള്ളത് അദ്ദേഹം ലോകത്തെ കാണിച്ചതല്ലേ. അത് ഒരു നൂറ്റാണ്ട് മുമ്പ് രാജ്യത്തെ നമ്മളെ പോലെ ഇത്ര കണ്ട് കഷ്ടത അനുഭവിക്കുന്ന എന്താണ് പറയുന്നത് അർത്ഥനഗ്നനായ ഫക്കീർ എന്ന ഫക്കീർമാരുടെ രാജ്യത്ത് എനിക്ക് സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം തരൂ, ഞങ്ങളോടാണ് നിങ്ങൾ ഈ കൊടുംചതി ചെയ്യുന്നത്, കൊടും ക്രൂരത ചെയ്യുന്നതെന്ന് ലോകത്തിനെ മനസ്സിലാക്കി കൊടുക്കാനാണ് അദ്ദേഹം ആ ഡ്രസ് ഇട്ട് പോയത്. അതല്ലാതെ അദ്ദേഹം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നാന്തരം വെസ്റ്റേൺ ഡ്രസ്സിലല്ലേ അദ്ദേഹം നടന്നിരുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം അത്രയും ഡ്രസ് ഒന്നുമല്ലോ ധരിച്ചിരുന്നത്. ഇവരെല്ലാം ആ രീതിയിലേക്ക് മാറിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നപ്പോഴാണ് ഇവര് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലേക്ക് അവർ ഇറങ്ങി വന്നത്. ഇപ്പോഴും എത്രയോ ആൾക്കാരുണ്ട് ചെരുപ്പിടാൻ. ശ്രീ അജയ്കുമാർ, അതിനകത്ത് എനിക്ക് താങ്കൾ പറഞ്ഞ ഖദറിനെ വെച്ചല്ല പറയുന്നത്. എല്ലാ കാലത്തും ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ആ കാലത്ത് അധികാരമുണ്ടായിരുന്ന ആളുകൾ അവർക്ക് വേണ്ടി പ്രത്യേക വസ്ത്രധാരണവും, അവിടെ അധികാരം കുറഞ്ഞ ആളുകൾ അത് അധികാരമുള്ളവരെ ഇത് ധരിക്കാവൂ, കോട്ട് ധരിക്കുന്നത് ഇന്ന ആളുകളെ ധരിക്കാവൂ, ഷൂസ് ധരിക്കുന്ന ഇന്ന ആളുകളെ ധരിക്കാവൂ, പാൻറ് ഇടുന്നത് ഇന്ന ആളുകളെ ധരിക്കാവൂ, മേൽമുണ്ട് പറ്റും. അത് ഓരോ കാലത്തും ഓരോ രീതിയിലുണ്ടായിരുന്നു. വസ്ത്രം എപ്പോഴും എല്ലാ കാലത്തും അധികാരത്തിൻ്റെയും ഒക്കെ അടയാളമാണ്, അല്ലെങ്കിൽ ചിലരെ എഴുത്തി കാണിക്കാൻ വേണ്ടി ഉള്ളത് കൂടിയാണ് ഈ വസ്ത്രധാരണ രീതിയുടെ ഈ പ്രത്യേകതകളെന്ന് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാലം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴും രാഷ്ട്രപതി ഭവനിലെ വിരുന്നുകളിൽ ഔദ്യോഗിക ഡ്രസ്സ് വേണം എന്നതാണ് നിയമം. ഇപ്പോഴും അതിനകത്ത് അറ്റ് ഹോം എഴുതുമ്പോൾ അറ്റ് ഹോമിൽ എഴുതുന്നത് മാധ്യമപ്രവർത്തകരായ ഞാനൊക്കെ പലതവണ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർ അതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. ലോകത്ത് എവിടെ ഉണ്ടായാലും തെറ്റാണ്, അത് മാറ്റണം. അവിടെ ഒരാൾക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ തോന്നിയാൽ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ അനുവദിക്കണം. ഇല്ല, പറ്റില്ല. പറ്റാത്തത് മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഞാൻ ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഒന്നും ആളല്ല. എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്റെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് വിദേശ യാത്രകളിൽ പോകുമ്പോൾ അവിടെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഡ്രസ് കോഡ് കൃത്യമായിട്ട് അവർ പറയും, ഈ അവരുടെ ഡിന്നർ മീറ്റിങ്ങുകളിലൊക്കെ. ശരി, ഓക്കെ. അത് അത്തരം കാര്യങ്ങളൊക്കെ മാറണമെന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പോട്ടെ. ഈ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ സംസാരിച്ചത്. ശ്രീ ഷിജു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ഷിജു, ഈ കോൺഗ്രസിൽ ഖദറിനെയും കളറിനെയും ചൊല്ലിയുള്ള ഒരു വിവാദം അങ്ങനെ ഗൗരവമുള്ള വിഷയമൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്തൊരു കൗതുകമുണ്ട്. താങ്കൾ അതിൽ ഏത് പക്ഷത്താണ്? സാറേ, അവർ ഖദർ ഇട്ടോട്ടെ, ബെർമുഡ ഇട്ടോട്ടെ, ഇത് പാവങ്ങളെ കൊല്ലെന്ന് പറ, അത്രമാത്രം നീ പറയാവുള്ളൂ. ശരി, ഓക്കെ. താങ്കൾ പറഞ്ഞത് ഗൗരവമായ ഒരു അഭിപ്രായം തന്നെയാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. കോൺഗ്രസുകാർക്ക് ഖദർ ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ ആർക്കും ഏത് പൗരനും ഖദർ ധരിക്കാം, വെള്ള വസ്ത്രം. പക്ഷെ മഹാത്മാഗാന്ധി അന്ന് ഇന്ത്യയുടെ ദാരിദ്ര്യവും രീതിയും വെച്ച് നമ്മളെ എന്താ പറയുക ബ്രിട്ടീഷുകാരോട് പോരാടാൻ വേണ്ടി അദ്ദേഹം സാധാരണക്കാരനെ കാണിക്കാൻ വേണ്ടിയല്ല വസ്ത്രം ഇട്ടത്. പരിശുദ്ധമായ വെള്ള, ശുദ്ധ മനസ്സ്, എന്റെ കൈ കറയില്ല, ഞാൻ ശുദ്ധനാണ് എന്നുള്ള ഒരു അടയാളമാണ് കറ, വെള്ള കാണിക്കുന്ന വെള്ള അടയാളം ഖദർ. പക്ഷെ അത് ഇന്ന് കോൺഗ്രസ്സുകാരായാലോ അത് ഞാൻ ഇട്ടാലോ സാറിട്ടാലോ ആ പ്രവൃത്തിയും രീതിയും അതായിരിക്കണം. എങ്കിൽ മാത്രമേ ഖദറിന്റെ വില അറിയൂ. ഖദറും ഇട്ടിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ഒരു ഇന്ത്യ ജനിച്ച ഒരാൾ ഗാന്ധിയനാണെന്ന് പറഞ്ഞ ഒരു അർത്ഥവുമില്ല. ഖദർ നല്ലതാണ്. അപ്പോൾ ഒരു കറ പോലും അത് പെള്ളാതെ ശുദ്ധമായ കളർ ധരിച്ചുകൊണ്ട് ഒരു ഒറ്റമുണ്ടും ഒരു നേരിതും മതി.
വലിയ ആഡംബരം. ഒരു ദിവസം ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു മെമ്പർക്ക് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് ഒരു ദിവസം 4 കതിർ മാറണം. ശമ്പളം എത്ര? ഒരു മാസം 35,000 രൂപ കൊടുക്ക് വാങ്ങുന്നത് ഞാൻ കാണുന്നവനാ. ഈ പൈസ എവിടെ നിന്ന് വരുന്നു? അശുദ്ധമായ പൈസയാണോ? അല്ല. അപ്പൊ കതിർ ഇടുന്നവൻ ആലോചിക്കണം. ഞാനും കതിരിട്ടവന്. ഞാൻ യൂത്ത് കോൺഗ്രസ് നിന്നും വന്നു, മണ്ഡലം പ്രസിഡന്റായി, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായി. ഇന്ന് ഞാൻ 10-15 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എനിക്ക് എന്റെ പ്രവർത്തന രീതിയും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഞാനായാലും സാറായാലും ആരായാലും വളരെ വ്യക്തമാണ് ശ്രീ ശിവദാസൻ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഈ ഖദർ ഇടുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ഖദർ ഇടണം, നിങ്ങൾ കളർ ഇടരുത് എന്ന് പറയുന്നത് ഒരു ശരിയാണോ? ഈ പിന്നെ ഖദർ ഇട്ടോണ്ട് പ്രേക്ഷകൻ പറഞ്ഞല്ലേ, ഈ വെള്ള കാണിക്കുന്ന ഒരു പരിശുദ്ധിയും ഒരു കളങ്കം പറ്റാത്ത ആ രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഈ വെള്ളയെ കാണിക്കുന്നത്. ഈ വെള്ള ഇട്ടോണ്ടുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതാ പറയാനുള്ളത്. ഇപ്പൊ ഈ വെള്ളയ്ക്ക് അങ്ങനെ ഒരു പരിശുദ്ധി ഒന്നുമില്ല. കറുപ്പിനില്ലാത്ത എന്ത് പരിശുദ്ധിയാണ് വെള്ളയ്ക്കുള്ളത്? അല്ലല്ല, നമ്മളെല്ലാം നേരത്തെ മുതലേ പഠിച്ചേക്കുന്ന വെള്ളയ്ക്കാണ് പരിശുദ്ധി എന്നാണ്. ഇപ്പൊ വേറെ പഴയ കാലത്ത് കൊണ്ട് ആളുകൾക്ക് കറുപ്പിനോടുള്ള ഒരു വിരോധം കൊണ്ടൊക്കെ നമ്മുടെ സിസ്റ്റം നമ്മളെ അങ്ങനെ പഠിപ്പിച്ചാണ്. അല്ല, വെള്ളയ്ക്ക് ഒരു പരിശുദ്ധിയും കറുപ്പിനില്ലാത്ത ഒരു പരിശുദ്ധിയും വെള്ളയ്ക്കില്ല. അല്ല, നമുക്ക് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പിന്നെ കറ കളഞ്ഞ ഒരു ഇത്. അല്ല, അത് ഞാൻ പറഞ്ഞത് നമ്മളും എല്ലാം പഠിച്ചു പോയത് അങ്ങനെ കാലങ്ങളായി ലോകത്തെ നിയന്ത്രിക്കുന്നത് വെള്ളയ്ക്ക് ആനുകൂല്യമുള്ള ആളുകളാണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കപ്പെടേണ്ടി വരും. അല്ല, വെള്ള ഇട്ടാലും കറുപ്പിട്ടാലും ഇവർ രാഷ്ട്രീയക്കാർ അടി കൂടാതെ നല്ല ഭരണം കാഴ്ചത്. ഇല്ലെങ്കിൽ ഈ അടിയിൽ തന്നെ അടുത്ത ഇലക്ഷന് തോറ്റു പോകും. അത്രയും ശരി, ഓക്കെ. എന്തായാലും ശ്രീ നന്ദകുമാറാണ്, കൊടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നന്ദകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ, കേൾക്കാനുണ്ടല്ലോ അല്ലേ? പറഞ്ഞോളൂ. കേൾക്കാം പറ. ഖദർ ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിദേശ വസ്ത്രം ഉപേക്ഷിക്കാനും സ്വദേശ വസ്ത്രത്തിന് പ്രോത്സാഹനം നൽകാനും വേണ്ടി മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചൊരു ഉപാധിയാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആ വ്യക്തി പല ആശയങ്ങൾ ഉൾപ്പെട്ട വ്യക്തികളായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ ഒരു പക്ഷം പാർട്ടികൾ ഒന്നിച്ച പോലെ. അപ്പൊ 1947 ആ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു, ഇനി ആ പാർട്ടി പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. അതോടുകൂടി ഖദറിന്റെ ആ മൂല്യം അതോടെ അവസാനിച്ചു. പിന്നീട് കോൺഗ്രസ് നിലനിന്നു. നെഹ്റു അത് കണ്ടിന്യൂ ചെയ്തു. പല പ്രധാനമന്ത്രിമാരും വന്നു. അപ്പോഴൊന്നും ഈ ഖദറിന് വേണ്ടിയിട്ട് അത്ര ആരും പ്രാമുഖ്യം കൽപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാർ എത്ര പേര് ഖദർ ഉപയോഗിക്കുന്നുണ്ട്? വളരെ ചുരുക്കം പേര്, ആ പഴയ നേതാക്കന്മാർ മാത്രം. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഖദറായിട്ടിരുന്ന, അത് മാത്രമല്ല ഇടുന്ന ഖദർ പശ പൊട്ടിച്ച് എവിടെയെങ്കിലുമൊക്കെ കീറി അതൊക്കെ പ്രദർശിപ്പിച്ചുള്ള ഖദറായിരുന്നു. അപ്പൊ അതിനൊക്കെ മാറ്റം വന്നു, അത് പരിഷ്കാരം വന്നു. ഇപ്പൊ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഖദറിട്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ ഖദറിൽ നിന്ന് മാറിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഖദറിന് വേണ്ടി വാദിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അത് ആ പഴയ ആൾക്കാർ കുറച്ചു പേര് പറയുന്നു എന്ന് മാത്രമാണ്. അവന്റെ പ്രവർത്തിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നിതയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ നിത തന്നെയല്ലേ പേര്? അതെ അതെ. ശരി, ശ്രീ നിത, താങ്കൾ എങ്ങനെയാണ്? ഈ കളർ പക്ഷത്താണോ ഖദർ പക്ഷത്താണോ അതോ രണ്ടും വേണം എന്നുള്ള പക്ഷത്താണോ? ഖദറാണ് യോജിക്കുന്ന വസ്ത്രം. ദർശകർക്ക് ഖദറാണ് യോജിക്കുന്ന വസ്ത്രമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ പുതിയ തലമുറയിലൊക്കെ, പണ്ടത്തെ കാലത്ത് അല്ല, പുതിയ തലമുറയിൽ ഖദറൊക്കെ ഇട്ട് ഖദർ തേച്ചിലക്കൊക്കെ നിൽക്കുമ്പോൾ, ആളുകളിൽ നിന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അകൽച്ച ഫീൽ ചെയ്യില്ലേ? കളർ എല്ലാവരും ഇടുന്ന ഡ്രസ്സാണ് നേതാവ് ഇടുന്നെങ്കിൽ അവർക്ക് കൂടുതൽ അടുപ്പം ഫീൽ ചെയ്യില്ലേ? ഇല്ല, ഒന്നുകൂടെ തിരിച്ചാൻ പറ്റുന്നതും ഒരു സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവിന്റെ ഒരു വസ്ത്രമാണല്ലോ ഖദർ. അങ്ങനെ ഉണ്ടോ? കറുപ്പിട്ടാൽ നമുക്ക് സമാധാനമില്ല എന്നുണ്ടോ? സമാധാനമില്ല എന്നല്ല, കൂടുതലൊരു യോജിക്കുന്ന ഒരു ഒരു എടുത്തറിയിക്കുന്നതും ഖദർ തന്നെയാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ. ശ്രീ ബെന്നിയാണ് പാമ്പാടിയിൽ നിന്നും. ശ്രീ ബെന്നി, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോ. നമസ്കാരം. ഞാനേ നമ്മൾ വെള്ള ഡ്രസ് ഇട്ടേച്ച് കറുത്ത മനസ്സുമായിട്ടിരുന്ന വല്ല കാര്യമുണ്ടോ? എന്താണ്? വെള്ള ഡ്രസ് ഇട്ടേച്ച് കറുത്ത മനസ്സുമായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല. കറുത്ത മനസ്സ് വെളുത്ത മനസ്സിന് മനസ്സില്ല. ഉണ്ട്. അങ്ങനെയില്ല. നമ്മള് കറുത്ത മനസ്സ് മോശമാകുന്നത്. കറുപ്പ് തെറ്റായ ഒരു കളറാണെന്നും വെള്ള മനോഹരമായ കളറാണെന്ന് പറയുന്നത് അതൊരു തെറ്റായ സങ്കല്പമാണ്. ഏത് ഡ്രസ് വേണം നമുക്ക്? പൊതുജന സേവൻ, രാഷ്ട്രീയക്കാരൊന്ന് പൊതുജന സേവകനാണ്.
പൊതുജന സേവകന് ഏത് ഡ്രസ്സ് വെള്ളം ഇടാം. ഇപ്പൊ LDF തന്നെ വെള്ള ഡ്രസ് ഇട്ടേച്ച് കാണിക്കുന്ന പോക്കൃതം നമ്മൾ കാണുന്നതല്ലേ, മൊത്തം കട്ടോണ്ട് പോവുക. അപ്പൊ ഈ വെള്ള ഡ്രസ് ഇട്ടേച്ച് വല്ല കാര്യമുണ്ടോ? ഏത് ഡ്രസ് വേണ്ട ആർക്കും ഇടാം. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ താങ്കൾ ഈ കോൺഗ്രസിൽ ഖദറും കളറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചെറിയ തർക്കത്തിൻ്റെ വിഷയമാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി ആണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്തും ഈ അടുത്ത കാലത്തും വരെ ഇപ്പോഴും മുതിർന്ന നേതാക്കളെല്ലാം അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. ഇടത് പക്ഷക്കാർക്ക് ഒരു വസ്ത്രം, കോൺഗ്രസ്സുകാർക്ക് മറ്റൊരു വസ്ത്രം, ആ ഒരു വസ്ത്ര രീതിയിൽ നിന്ന് പുറത്തു വരാനൊന്നും അവർ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചെറുപ്പക്കാർ രണ്ട് പാർട്ടിയിലെയും അങ്ങനെയല്ല. അവരൊക്കെ ആ വസ്ത്ര രീതിയിൽ നിന്നൊക്കെ പുറത്തു വന്ന് എല്ലാ തരത്തിലെ വസ്ത്രങ്ങളുമൊക്കെ ധരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പരിധിവരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുദ്ദേശത്തിലാണ് ചുവന്ന ഷർട്ട് ഇട്ടുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയല്ല, ഞാനങ്ങനെ ഇന്ന ഷർട്ടൊന്നുമില്ല, ഞാൻ എല്ലാ നിറവും ഇടുന്നതാണ്. നമുക്ക് പച്ച മാത്രം ഇവിടെ ഇടാൻ പറ്റില്ല, ഈ ക്രോമ ഉള്ളത് കൊണ്ട്. ബാക്കി കളറൊക്കെ ഇടും. ഓക്കെ, അതുകൊണ്ടാണ് ചോദ്യത്തിൽ ഈ വിഷയം ആളിട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചത് അങ്ങനെ. ശരി, ഓക്കെ, എന്തായാലും പറഞ്ഞോളൂ. 1985 A.O. ഹ്യൂമും ദാദാഭായ് നവറോജി എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആക്കി മാറ്റി. അതിനുശേഷം 1917-18 ഗാന്ധിജിയുടെ കാലത്ത് ഗാന്ധിജിയാണ് ഈ ഖദറിന്റെ ഒരു തുടക്കം തുടങ്ങി വെച്ചത്. ചർക്കയിൽ നൂലിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു. 1955 അത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഗതി, ഒരു ആക്ട് വരെ ഉണ്ടാക്കി ഇതിന്റെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാലം കഴിഞ്ഞപ്പോ ഈ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റം വന്നു. ആ മാറ്റം വന്ന കൂട്ടത്തിൽ മാറ്റം വന്നത് ഈ ഡ്രസ്സിന് മാത്രമല്ല. കോൺഗ്രസ് എന്തിനു വേണ്ടിയായിരുന്നു സംഘടിപ്പിച്ചത്? അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് പിന്നെയും മാറി വന്ന് ഇപ്പോ എന്തായിരുന്നോ കോൺഗ്രസ്, ആ കോൺഗ്രസ് അല്ലാതായി മാറിക്കഴിഞ്ഞു. അതിനിടയ്ക്ക് ഈ ഡ്രസ്സ് മാറുന്നതിനെ പറ്റി വലിയ ആകുലപ്പെടേണ്ട കാര്യമില്ല. അവരുടെ പോളിസി എന്തായെന്നുള്ളതാണ്. സോഷ്യലിസം, മതേതരത്വം ഒക്കെ ഉപേക്ഷിച്ച പോലെയാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് മാത്രമല്ല, ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും വഴി കോൺഗ്രസിന്റെ അടിസ്ഥാന പോളിസി അവരെ മാറ്റി. ഇപ്പോ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതായി. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു മൃദു ഹിന്ദുത്വം ഫോളോ ചെയ്യുന്നു എന്നൊരു ആരോപണം വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസിൽ ഇങ്ങനെ മാറ്റം വരുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കോൺഗ്രസ്സുകാരിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻകുട്ടി, CPM-ലെ നേതാക്കളുമൊക്കെ ഇപ്പോഴത്തെ വരുന്ന നേതാക്കൾ ഒഴികെ ബാക്കിയുള്ള നേതാക്കളൊക്കെ ഇപ്പോഴും വെള്ളയും തന്നെ ഇടുന്നവരാണ്. അവരുടെ ഇപ്പോൾ പുതിയ നേതാക്കൾ മാറ്റം വന്നപ്പോൾ അവരൊക്കെ CPM ആശയത്തിൽ നിന്ന് മാറിയതുകൊണ്ട് മാറി എന്നൊക്കെ പറയാൻ കഴിയും. അല്ലെങ്കിൽ വെള്ളം ഇടുന്നവരെല്ലാം ഇപ്പോഴും ഇടതുപക്ഷ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, അങ്ങനെയൊക്കെ പറയാൻ കഴിയും. അതില്ലല്ലോ. അതല്ല എന്റെ പോയിന്റ്. താങ്കൾ പറഞ്ഞത് ഇപ്പോഴും അവര് ഡ്രസ്സ് മാറി, അത് മാറിയോണ്ട് കുഴപ്പമില്ല, അവർ ആശയത്തിൽ നിന്ന് പോയി അതുകൊണ്ട് ഡ്രസ്സ് മാറി എന്നല്ലേ പറഞ്ഞത്? ആശയം മാറാതിരിക്കുമായിരുന്നു വേണ്ടത്. ആശയം മാറിയോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത്തരം ഒരു വിഷയത്തിലേക്കല്ല. നമ്മൾ ഈ ഡ്രസ്സ് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഒരു 50 വയസ്സിന് മേലെ ഞാൻ ഒരാളെ രണ്ടുപേരെ ഒന്ന് ഉദാഹരണം കാണിക്കരുത്. അങ്ങനെയൊക്കെ സുരേഷ് കുറുപ്പിനെ പോലെയുള്ള നേതാക്കളൊക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു നേരത്തെയും. 50 വയസ്സിന് മേളിലുള്ള മന്ത്രിമാരെ നോക്കിയാലും നേതാക്കളൊക്കെ നോക്കിയാലും, അതിനി CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കേരളത്തിൽ അവരെല്ലാവരും ഏകദേശം ഒരേ ഡ്രസ്സ് തന്നെ വെള്ളയും മാത്രം ധരിച്ച് ശീലിച്ചു പോയവരാണ്. അവർക്ക് ആ ശീലത്തിൽ നിന്ന് മാറാൻ പ്രയാസമുള്ളവരാണ്. പക്ഷേ ഈ പുതിയ പാർട്ടികളിലെ ഒന്നും ചെറുപ്പക്കാർ അങ്ങനെയല്ല. അവർ ഈ ലോകത്തിന്റെ മാറ്റത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ഒരു മാറ്റം പോസിറ്റീവ് അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാറ്റം പോസിറ്റീവ് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ആൾക്കാർ കളർഫുൾ ആവട്ടെ, കണ്ടാൽ ആകർഷണം തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിക്കട്ടെ, അതിനെന്താണ് കുഴപ്പം? അത് നല്ല കാര്യമാണ്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ഏത് പാർട്ടിയുടെ ആണെങ്കിലും നല്ല കണ്ടാൽ കൊള്ളാം, നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു അഴകുണ്ട്. അത് പാർട്ടി ഏതായാലും അത് നല്ലതാണ്. ഇപ്പൊ സ്വരാജ് തന്നെ എത്രയോ ഡ്രസ്സ് ഇട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ ദിവസവും ഓരോ നിറം ഇട്ടുകൊണ്ട് നടന്നത് നിലമ്പൂര്. അങ്ങനെ തന്നെ വേണ്ടത്. ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ ഇതിന്റെ നിറത്തെ പറ്റിയുള്ള ഇത് വന്നത് അജയ് തറയിലും മറ്റേ യുവാവായിട്ടുള്ള നേതാവുണ്ടല്ലോ, എന്തായിരുന്നു അങ്ങനത്തെ പേര് ഞാൻ മറന്നുപോയി. ഷാഫി പറമ്പിലോ? അല്ലല്ല, മറ്റേ ശബരിനാഥ് പറഞ്ഞാണ് ശരി. ഇതിനകത്ത് ഈ കളറിടുന്നത് തന്നെ ചെലവ് കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ചെലവ് കുറവുമാണ്, പിന്നെ കളർഫുള്ളുമാണ് എന്ന് പറയുന്ന ഒരു ആശയം നല്ല ആശയം തന്നെയാ. പക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവർ കോൺഗ്രസ്സുകാരാണെന്നും കോൺഗ്രസിന്റെ ആദർശങ്ങളാണ് പിന്തുടരുന്നതെന്നുള്ള ഒരു
ഒരു ഓർമ്മ അവർക്ക് വേണം. ഗാന്ധിജിയൊക്കെ അവർ ഓർക്കണം. ശരി, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്തരം ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ആശയങ്ങൾ അടിയുറച്ച് തന്നെ നിൽക്കാൻ ഏത് പാർട്ടിക്കാർക്കായാലും കഴിയണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ ഗിരിജാ വല്ലഭനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഗിരിജാ വല്ലഭൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഖദർ കളർ തർക്കത്തെ കാണുന്നത്? ഞാൻ ഈ കളറിന്റെ ഞാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു പണിയും തൊഴിലില്ലാത്ത ആൾക്കാരാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതന്നെ അവരുടെ തൊഴില്. ആ ലെവലിലാണ് വരുന്നവര്. അപ്പൊ അഴിമതി എല്ലാവർക്കും ഒരു മുദ്രയായിട്ടാണ് ഒരു ഇതെല്ലാവരും വരുന്നത്. പിന്നെ ഇന്ന പാർട്ടി എന്ന് പറയാൻ പറ്റാത്ത കാര്യത്തിലാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഒരു വർഷം പിടിച്ചിട്ടില്ല. സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് ജീവിക്കാൻ ഒരു തൊഴിലുള്ള ആൾക്കാരെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാത്തോട്ടുള്ള ദുരിതമാണ് നമ്മൾ സാധാരണക്കാരെ അനുഭവിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ലോകത്തെ വിദേശ രാജ്യങ്ങൾ പല രാജ്യങ്ങളിലും ഒക്കെ മറ്റു തൊഴിലെടുത്ത് ആ തൊഴിലൊക്കെ മികവായ ആളുകളാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇവിടെ രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലായി എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ പുതിയ തലമുറയിൽ അത് ചെറിയ രീതിയിലെങ്കിലും മാറി വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതേപോലെ രാഷ്ട്രീയം ഒരു വയറ്റുപിഴപ്പിനുള്ള തൊഴിലല്ല, അത് ജനസേവനാണ്. ഒരു ഫണ്ട് പാസ്സാക്കിയെങ്കിൽ അതിന്റെ ഒരു ഭാഗം പാർട്ടിക്കും അവനവന്റെ വീട്ടിലേക്ക് ചെലവാക്കുന്ന ഈ ശീലം മാറിയേ പറ്റൂ. ശരി, താങ്കളുടെ അവസാനം വളരെ ഗൗരവമുള്ള അഭിപ്രായം തന്നെയാണ് ശ്രീ ഗിരിജാ വല്ലഭൻ പറഞ്ഞത്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഈ താങ്കളുടെ പാർട്ടിയിലാണല്ലേ ഒരു ചെറിയ വിവാദമാണിത്. അജയ് തറലിനെ പോലെ ഒരു നേതാവാണ് പറയുന്നത് ഈ ഖദർ മാറി ചെറുപ്പക്കാർക്കിട്ടുള്ള ഒരു കൊട്ടാണ് എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത്. പക്ഷേ ശബരിനാഥനൊക്കെ അതിന് മറുപടിയും പറയുന്നത്. താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? നമസ്കാരം കിരൺ. ഞാൻ ഒരു പക്ഷവുമല്ല. ഞാൻ 2-3 പ്രാവശ്യം എന്നെ കിരൺ കണ്ടിട്ടുണ്ട്. ഞാൻ വെള്ളയാണ് കതിറാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ശബരിനാഥ് പറഞ്ഞ കണക്ക് ഉണ്ട്. ഡെയിലി ഏകദേശം 7-14 140 രൂപ വേണം കതിറിട്ട് വൃത്തിയായി നടക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരുപക്ഷെ ശബരിനാഥിനോ ഷാഫി പറമ്പിനോ രാഹുൽ മാങ്കുട്ടത്തിനോ ഒന്നും കതിറില്ലെങ്കിലും കുഴപ്പമില്ല. അവരെയൊക്കെ ജനം അറിയും. അവരൊക്കെ പബ്ലിക് ഫിഗറാണ്. അവർ ഏത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എന്റെ ജില്ലയിൽ കിടന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വെള്ളയും ഇട്ടുകൊണ്ട് കതിറിട്ടുകൊണ്ട് പോകുന്ന ഒരു അംഗീകാരം കളർ ഇട്ടാൽ കിട്ടാറില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ആലപ്പുഴ വരെ പോയായിരുന്നു. ഓച്ചിറയിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടി തട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ് ആവശ്യമായിട്ട് പോയത്. ഞാൻ നീല ജീൻസും ഒരു ആഷ് ഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം അന്വേഷിക്കാൻ പോവുകയായിരുന്നു കിരൺ. പക്ഷെ എന്നെ പാറാവുകാരൻ അവിടുത്തെ GD എന്നെ അതിനകത്ത് കയറ്റിയില്ല. ഇല്ല SI ഇല്ല, പിന്നെ വന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കാറിലുണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു, ഈ ഡ്രസ് ഇട്ടോണ്ട് പോവരുതെന്നല്ലേ പറഞ്ഞത് ബിനോയ്? വെള്ളയും ഞാൻ എന്റെ വണ്ടിയിൽ വന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കതിർ വണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും വെള്ളം ഇട്ട് കറക്റ്റായിട്ട് പോയപ്പോ പറവുകാരൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാനൊന്നും മനസ്സിലായി. ഞാൻ പറയാം, അദ്ദേഹം ഉണ്ടോ? ഉണ്ട് അകത്തുണ്ട്. അപ്പൊ ഞാൻ കയറി സംസാരിച്ചു. അതിന്റെ അർത്ഥം കതിറിട്ടോണ്ട് പോയാൽ ഒരു അംഗീകാരം ഉണ്ട്. അജയ് തറയിൽ സാർ പറഞ്ഞതുപോലെ കതിറിട്ടോണ്ട് പോകുമ്പോൾ ഒരു അംഗീകാരം ഉണ്ട്. ജനത്തിന് അവൻ ലീഡറാണ്, അവൻ നേതാവാണ്, അവൻ നേതാവായിട്ട് തന്നെ പോകുന്ന ആളാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ പബ്ലിക് ഫിഗർ ഉള്ളവർക്ക് അത് ഞാനത് തന്നെ ശ്രീ ബിനോയ് ചോദിക്കുന്നത്. അത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാപട്യമല്ലേ? ഈ നേതാവാണെങ്കിൽ അയാൾ ഖദർ ഇടണം, അല്ലെങ്കിൽ CPM കാരാണെങ്കിൽ വെള്ളയും മുണ്ടും ഷർട്ടും വെള്ള ഷർട്ടും തന്നെ ഇടണം. അങ്ങനെയൊക്കെ ഉള്ളവരെ നേതാവ്. ഈ പോലീസുകാരുടെ സ്വഭാവം അറിയാലോ. അവർക്ക് താങ്കൾ ഈ ഖദർ ഇട്ട് കാണുമ്പോൾ ഒരു നേതാവാണ്, നാളെ എനിക്ക് പണി കിട്ടേണ്ട സാധാരണക്കാരനെ വരുന്ന സാധാരണക്കാരനായിട്ടാണ് ആദ്യം കണ്ടത്. സാധാരണക്കാരനെ കണ്ടപ്പോൾ അവന് പുച്ഛമാണ്, അവർക്ക് പുച്ഛം. അത് ഒരു പൊതു രീതിയാണ്. മറ്റേ ഖദറിട്ടിയാൽ നമ്മൾ നേതാവാണ്, ഏതോ പാർട്ടിയുടെ നേതാവാണ്, അയാളെ മാനിച്ചേക്കാം എന്ന് കരുതി. അത് കാലങ്ങളായി ഇവിടെ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. അതിന് കാലങ്ങളായി എടുത്തു വേണം മാറ്റം വരുത്തേണ്ടത്. അതിന്റെ ആനുകൂല്യം പറ്റുക എന്നുള്ളത് മാത്രമല്ല ഈ ഖദറിടുന്നതോടുള്ള മെച്ചം. അല്ലല്ല, ഞാൻ പറയട്ടെ, ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. ഞാൻ അവിടെ പോകുമ്പോൾ പാന്റ് ഇടാറുണ്ട്, പാന്റും ടീഷർട്ടും ഇടും. പക്ഷെ കതിറിടുമ്പോൾ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ്, ഒരു സാധാരണക്കാരന്റെ ഒരു വിഷയം ഉണ്ടായാൽ. ഇന്നലെ ഞാൻ ഹൈവേയിൽ വരുമ്പോൾ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. ഞാൻ അവിടെ ആരും കൈ കാണിച്ചു നിർത്തുന്നില്ല. ഞാൻ അവിടെ ഇറങ്ങി സൈഡിലോട്ട് വണ്ടി സൈഡ് ലൈൻ ആക്കി പോകുമ്പോൾ നമുക്ക് തരുന്ന ഒരു അംഗീകാരമുണ്ട്. ഞാൻ XY ആരും ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡ്രസ് കോഡ് ഒരു പ്രത്യേകതയാണ്. ഒരു ഡ്രസ് കോഡിൽ ഒരു അംഗീകാരം കിട്ടും എന്നുള്ളത് 100% ശരിയാണ് ശ്രീ ബിനോയ്. അംഗീകാരം കിട്ടും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രോഗാതുര മനസ്സിന്റെ ലക്ഷണമാണ് ഈ ഡ്രസ് കോഡിന് കിട്ടുന്ന അംഗീകാരം. ഒരു രോഗാതുര ലക്ഷണം. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, എനിക്ക് കതിറിടുന്നതോടാണ് എനിക്ക് ഇഷ്ടവും കോൺഫിഡൻസ്. ശരി, ഓക്കെ, അത് എനിക്ക് മനസ്സിലായി. അത് കോൺഫിഡൻസ് കിട്ടാനുള്ള കാരണം ഇതാണ്.
ഞാനതാ പറഞ്ഞത്, ഇപ്പം എത്ര വിദ്യാഭ്യാസമുള്ള ഒരാളായാലും എത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന ആളായാലും അയാൾ ഒരു മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അയാളെ മൈൻഡ് ചെയ്യില്ല. നല്ല വസ്ത്രം ധരിച്ചു ചെല്ലുമ്പോൾ അയാൾ ഏതോ പ്രധാനപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരെ പോലെ ഉള്ള ഡ്രസ്സ് ധരിച്ചു ചെല്ലുമ്പോൾ അവർ നേതാവാണോ സംശയിച്ചൊക്കെ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മെറിറ്റ് നോക്കിയല്ല, നിങ്ങളുടെ വസ്ത്രം നോക്കിയാണ് സമൂഹം നിങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ള ഒരു രോഗാതുരമായ അവസ്ഥയാണത്. അല്ല കിരണ, നമ്മൾ ജീവിക്കുമ്പോൾ നല്ല ഭക്ഷണം, നല്ല ഡ്രസ് കോഡ്, നല്ല ഇതൊക്കെ ആയിട്ട് ആകപ്പാട് ഈ ലോകത്ത് കുറെ നാളുള്ള ജീവിതമേ ഉള്ളൂ. ശരി ശ്രീ ബിനോയ്, അത് നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കാര്യങ്ങളെ സംസാരിക്കുന്നതിനുള്ള വിഷയം. ഞാൻ പറഞ്ഞില്ല, നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഓരോരുത്തർക്കും അവരവർക്ക് ഇടുന്ന നല്ല ഡ്രസ്സ് ഉപയോഗിക്കാം, അതിനകത്ത് പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കമൻറ്റ് കൂടി വായിക്കാനുണ്ട്. നമ്മുടെ മന്ത്രി പി രാജീവാണ് ഇതിൽ എന്തായാലും ഈ സമയം നോക്കി എന്തായാലും അദ്ദേഹം ഖാദിയുടെ ഒരു കച്ചവടം കൂടി ലക്ഷ്യമിട്ടിരിക്കുന്നു. ഖാദി പഴയ ഖാദിയല്ല, എല്ലാ കളറിലും വ്യത്യസ്ത ഡിസൈനിലും നല്ല ഖാദി വസ്ത്രങ്ങൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ് എന്ന് പി രാജീവ്, അദ്ദേഹം ഖാദി ഒരു നീല ഖാദിയുടെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഈ സമയത്ത് തന്നെ അങ്ങനെ ഒരു കമൻറ്റ് കൂടി ഇടുന്നതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ വിഷയത്തിന് ഇങ്ങനെ ഒരു കൗതുകവും ഇങ്ങനെ ഒരു ലളിതമാക്കാൻ കഴിയുന്ന ഒരു ആംഗിൾ കൂടിയുണ്ട്, അങ്ങനെ ബലം പിടിക്കേണ്ടാത്ത ഒരു ആംഗിളുണ്ട്. അത്തരം ഒരു ആംഗിൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും എന്തായാലും വന്നിരിക്കുന്നത്. ശ്രീ ബാലനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഖദർ കളർ ചർച്ചയെ കാണുന്നത്? കിരൺ കതറെടുത്ത കേട്ടില്ല. കിരൺ എന്താ കതറെടുത്ത? ഞാൻ ഖദറിടാത്ത എന്താണെന്നോ, ഞാൻ സാധാരണ കോട്ടനാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഞാൻ കോട്ടനാണ് ഉപയോഗിക്കുന്നത്. ഖദർ ഉടുപ്പും ഇട്ടിട്ടൊക്കെ ഉണ്ട്. അല്ല, ഇന്നിപ്പോ ഒരു തീവ്രതയുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, കാരണം ചോദിച്ചാ. കേട്ടില്ല. ഇന്നൊരു തീവ്രതയുള്ള ഡ്രസ്സാണല്ലോ, കാരണം ചോദിച്ചാ. ഞാൻ എല്ലാം മഞ്ഞ ഡ്രസ്സും നീല ഡ്രസ്സും ചുവപ്പ് ഡ്രസ്സും എല്ലാം ഒരുപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ പച്ച നിറം നമുക്ക് ഇവിടെ നമ്മുടെ പുറയിൽ വരുന്നത് സ്ക്രീനിൽ വരുന്നത് ക്രോമയാണ്. ആ ക്രോമ ആയതുകൊണ്ട് പച്ച കളർ ഇടാൻ കഴിയില്ല, അതിന് അതൊഴികെയുള്ള കളറുകളൊക്കെ ഇടാം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഖാദിമുണ്ടോ അതല്ലെങ്കിൽ ഷർട്ടുകളോ പിന്നെ വെള്ളമുണ്ടൊക്കെ എടുത്തിരുന്നു. ഇപ്പോ അത് കഴിയില്ല, കാരണം എന്താ റിബേറ്റ് കഴിഞ്ഞിട്ട് ഒരു കായമുണ്ട് കിട്ടണമെങ്കിൽ 550 ഒരു 600 കൊടുക്കണം. സാധാരണക്കാരന് താങ്ങില്ല, അത് ഈ രാഷ്ട്രീയക്കാര് കള്ളന്മാർക്കേ പറ്റുള്ളൂ, അധ്വാനിക്കാത്ത കാലത്തില്ലേ വാങ്ങിക്കാറില്ല. ഇനി എന്റെ വ്യക്തിപരമായി പറയുമ്പോൾ ഈ ഖാദി എന്ന് പറഞ്ഞാൽ അതിനൊരു വിശുദ്ധിയും പരിസ്ഥിതിയും ഒരു രാഷ്ട്രീയക്കാരും അത് ഇടരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിന്റെ ആ അന്തസ്സ് കെടുത്താണ് ഇവർ ചെയ്യുന്നത്. അതിൽ ഇടതും വലതും നടുവും ഒന്നും വ്യത്യാസമില്ല. അത് ഒഴിവാക്കാൻ നല്ലതെന്ന് എന്റെ അഭിപ്രായം. ഇനി കൃഷ്ണൻകുട്ടിക്കാർ തന്നെ വേണ്ട, നമ്മുടെ കൃഷ്ണൻകുട്ടിക്ക് ഒരു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കൃഷ്ണൻകുട്ടി ഗാന്ധിയൻ കോൺഗ്രസും നെഹ്റുവിന്റെ കോൺഗ്രസും ഒക്കെ പറഞ്ഞല്ലോ, ഇവിടെ കൃഷ്ണപിള്ളയുടെ അതല്ലെങ്കിൽ AK ഗോപാലിന്റെ EMS ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്നത്. JKG എന്ന് പറഞ്ഞ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഒരു വീട് പോലും ഉണ്ടായില്ല, ഒരു റോഡ് പോലും ഇല്ലായിരുന്നു. ഇന്നോ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ അല്ല, നമ്മളൊരാളുടെ നേരെ വിരല് ചൂണ്ടുമ്പോൾ ഈ 4 വിരല് നമ്മുടെ നേരെയാണ് വരുന്നത്. ഇത് പറയുമ്പോൾ ഇത് ഒരു ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ വിമർശിക്കാൻ പറ്റും. ഓക്കെ ബൈ. ശരി, ഓക്കെ. താങ്കൾ എന്തായാലും താങ്കളുടെ അഭിപ്രായം പറയുന്നത്. ശ്രീ ജയരാജനാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ജയരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ കളർ ഖദർ ചർച്ചയെ കാണുന്നത്? ശ്രീ ജയരാജൻ കേൾക്കാമോ? ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞങ്ങളെല്ലാം ധരിക്കും കേട്ടോ, ഞങ്ങൾക്ക് ഇന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്മോഹൻ ശരത്ചന്ദ്ര പ്രസാദും നമ്മുടെ മുരളീധരനുമാണ് കതർ ധരിച്ച് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് 3 പേരും കൂടെ കൂടിയാൽ ഇവർ ഈ കതർ വലിച്ചു പറിക്കും, അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പരസ്പരം. അപ്പൊ ഇവരെ പോലുള്ള കതർധാരികള് കതർ ധരിക്കാൻ നല്ല പാർട്ടി ഷർട്ടും ധരിച്ചു പോവാണെങ്കിൽ അഥവാ ഇനി അടി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ധരിച്ചു പൊളിക്കാൻ പറയ്ക്കുക, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമ്മുടെ ഗാന്ധിജിയുടെ കതർ എന്ന് പറഞ്ഞാൽ അത് ലാളിത്യവും സ്നേഹവും അതുപോലെ ഐശ്വര്യം തരുന്ന ഒരു ഇതാണ്. പുള്ളി ഷർട്ടിടാതൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷർട്ടിടാതെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് ആ കതറൊന്നും ഇവരൊന്നും ധരിക്കണ്ട, ഇവര് ധരിച്ചാലൊന്നും ശരിയായാലും ഇവരൊക്കെ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കുന്നില്ല. അപ്പൊ അത് ഇവര് കതർ ധരിക്കാതിരിക്കുന്നത്, ഇവര് കളർ ഷർട്ടൊക്കെ തന്നെ ധരിക്കട്ടെ. നമ്മുടെ രാഹുൽ മാൻകൂട്ടിനെ പോലുള്ളവരൊക്കെ ആകുമ്പോൾ കതർ ധരിച്ചാൽ ശരിയല്ല. സ്വന്തമായിട്ട് ഐഡന്റി കാർഡൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളവരൊക്കെ ഒന്നും ആ കതർ ധരിച്ചാൽ അത് ആ കതറിനോടുള്ള ഒരു അവഗണനയായിപ്പോ. അതുകൊണ്ട് അതുപോലെ ധരിക്കണ്ട. പിന്നെ കതറൊക്കെ എല്ലാം ഞങ്ങൾ വേണം ധരിച്ചോളാം, ഞങ്ങളാകുമ്പോ കുഴപ്പക്കാരൊന്നുമില്ല. ഞങ്ങൾ കതറൊക്കെ ധരിച്ച് ഇനി നടക്കാൻ പോവാ. നമസ്കാരം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രവീന്ദ്രൻ. നമുക്ക് മറ്റൊരു പ്രശ്നം ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് ഈ കളർ ഖദർ വിഷയത്തെ കാണുന്നത്? അതിന് കോൺഗ്രസിന്റെ വിഷയം മാത്രമായി കാണേണ്ടതില്ല, എല്ലാ പാർട്ടിയിലെയും പഴയ തലമുറ നേതാക്കളും പുതിയ തലമുറ നേതാക്കളും ഒക്കെ ഈ മാറ്റത്തിന്റെ 2 തട്ടിൽ നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്. താങ്കൾ എങ്ങനെയാണ് ആ മാറ്റത്തെ വിലയിരുത്തുന്നത്? ഈ ഖദർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഖദർ എന്ന് പറയുന്ന അവരുടെ ഒരു നിലപാടാണ്. ആ നിലപാടിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ അന്ന് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
സിംപ്ലിസിറ്റി, അതുപോലെ നമ്മുടെ സ്വദേശമായിട്ടുള്ള ഒരു മേക്ക്, ഇതൊക്കെ അതും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളത്. അപ്പൊ അതൊന്നും വേണ്ടാന്ന് അവർക്ക് തന്നെ ഒരു നിലപാടില്ല. പിന്നെ നിലപാടില്ലാത്തവർക്ക് കതറ് വേണോ കതറ് വേണ്ട, ഇനി എടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം പറയാനില്ല. പിന്നെ മാത്രമല്ല, ഈ കതർ ഇട്ടുകൊണ്ടിട്ട് ഇവര് നടത്തുന്ന വ്യവസായങ്ങളുണ്ടല്ലോ. ചില യൂത്ത് കോൺഗ്രസ്സുകാര് കതർ ഇട്ടു എന്ന് പറയുന്നവര് തന്നെ അവിടെ ലഹരി വസ്തുക്കൾ വിറ്റിട്ട് പോലീസ് പിടിച്ചിട്ടില്ലേ? പിന്നെ അതേപോലെ ഇവര് ഇതിന്റെ യു ഡി എഫ് കൺവീനർ ആണെന്ന് തോന്നുന്നു, അടൂർ പ്രകാശ്, അദ്ദേഹം ബാർ നടത്തുന്നില്ലേ? അപ്പൊ ഇവർക്ക് നിലപാടെന്ന് പറയുന്നതാണ് ആദ്യം വേണ്ടത്, അല്ലാതെ ഉടുപ്പിനകത്തും മറ്റു കാര്യങ്ങളിലൊന്നല്ല. എന്താണ് നിലപാട്? ഏതാണ് നിലപാട്? വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് എന്താണ്? BJPക്കെതിരെയുള്ള നിലപാട് എന്താണ്? ഇങ്ങനെയുള്ള നിലപാടുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയത്തെയും ശ്രീ ദീപു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഈ വിഷയത്തിന് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അത്തരം ഒരു ശക്തമായ രാഷ്ട്രീയത്തിന്റെ ഒരു വിഷയത്തിലേക്കല്ല പോകുന്നത്. നേരെ മറിച്ച് CPM-ലായാലും താങ്കളുടെ പാർട്ടിയിലും ഒക്കെ അങ്ങനെയില്ലേ, ഈ 50 വയസ്സ് കഴിഞ്ഞ നേതാക്കളെല്ലാം ഇപ്പോഴും വെള്ളയും അല്ലേ ധരിക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരായ നേതാക്കൾ പലരും മന്ത്രിമാരടക്കം അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് ഒരു മാറ്റം, ആ മാറ്റത്തെ നമ്മൾ പോസിറ്റീവായി തന്നെ കാണണ്ടേ? പഴയ ആളുകൾക്ക് അങ്ങനെ മാറാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ മാറ്റം വേണ്ടെന്ന് പറയാൻ കഴിയില്ലോ. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ CPM-നകത്ത് വെള്ളയും ധരിക്കുന്ന അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ കോൺഗ്രസിനകത്ത് കതർ ധരിക്കുന്നത് അവരുടെ ഒരു നിലപാടായിരുന്നു. അല്ല, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞല്ലോ. അത് ഏത് ഒരു കാലത്ത് ഇന്ത്യ പ്രതിരോധത്തിന്റെ അത്ര ഒരു ഇന്ത്യയുടെ, അത് കോൺഗ്രസിന്റെ അല്ല, ഇന്ത്യയുടെ മുഴുവൻ ഒരു പ്രതിരോധത്തിന്റെ അടയാളമായിരുന്നു ഖദർ. അങ്ങനെ ഖദർ ധരിച്ചവരായിരുന്നു CPM-ന്റെയും ഒക്കെ മുൻകാല നേതാക്കളൊക്കെ. അത് അത്തരം ഒരു കാലമല്ലല്ലോ ഇപ്പോൾ, അതിന്റെ കാലം കഴിഞ്ഞില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിലപാടുകൾ മാറുന്നു, നിലപാടില്ലായ്മയിലേക്ക് പോകുന്നു. ആ നിലപാടില്ലായ്മയിലേക്ക് പോകുമ്പോ കളർ വേണം. അപ്പോഴാണ് അജയ് തറയിൽ അപ്രസക്തനാകുന്നു എന്നൊരു തോന്നൽ വരുന്നു. അപ്പൊ അജയ് തറയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നു. ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് നിലപാട് പറയുന്ന ഇവര്. നിലപാട് വെക്കട്ടെ, അതാണ് അഭിപ്രായം. അങ്ങനെയാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വസ്ത്രധാരണത്തിലെ ചിലർക്ക് ഇന്നത് ധരിക്കണം, ചിലർ ഇന്നത് ധരിക്കരുത് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നതാണ് ശരി എന്നൊക്കെ പറയുന്ന നിലപാടുകളോടുള്ള അഭിപ്രായം? കിരൺ, നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം പറയട്ടെ, ഈ വരട്ട് തത്വവാദ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മാറിയിട്ട് ഒരു രസകരമായ ഒരു ചർച്ച വെച്ചത് അഭിനന്ദിക്കുന്നുണ്ട്. കിരണിന് മാത്രമല്ല, ന്യൂസ് 18. ഒരു കാര്യം പറയാം, മറ്റു പലരും പരാതി പറഞ്ഞു ഇങ്ങനെ ചെയ്ത് ശരിയായില്ല. ഇത് യൂട്യൂബിലും അങ്ങനെ ചില കമന്റുകളൊക്കെ ഉണ്ട്, നിങ്ങളൊരു ആവശ്യമില്ലാത്ത ചർച്ചകളാണ് നടന്നത്, നാടിന് ഗുണമുള്ളതല്ല എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് എല്ലാം വേണം, നമ്മൾ കൂടുതലും ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെ ആയിരിക്കും എപ്പോഴും. ഇടയ്ക്ക് ഇത്തരം വിഷയങ്ങളിലേക്കും വരാം. അതെ. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് പറയാം. അപ്പൊ ഞാനൊരു നേരത്തെ കേട്ട കഥയാണ്. ഈ പഴയ പോലീസുകാരുടെ സമയത്ത് ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് സമയം തരുന്നുണ്ട്, കട്ട് ചെയ്യരുത്. പറഞ്ഞോ. ഒരു രസകരമായ കാര്യമാണ്. അപ്പൊ കുറെ പേര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ആദ്യത്തെ ആളെ അവര് പരിശോധിച്ചത് മേൽവസ്ത്രമല്ല, അടിവസ്ത്രം പരിശോധിച്ചു. നോക്കിയപ്പോൾ ചുവപ്പ്. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നല്ല തല്ലു പിടിച്ചു വിട്ടു അത്രേ. പിന്നെ നോക്കിയപ്പോ പിന്നത്തെ ആള് വെള്ളയാണ്, ഇവൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാൽ അവനും കൊടുത്തു വട്ടി. പിന്നെ വേറെ ആൾക്ക് പച്ചയായിരുന്നു, ഇവൻ മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞിട്ട് അവനും കൊടുത്തു വട്ടി. പിന്നെ ഒരാൾ നോക്കിയപ്പോ അയാൾ അടിവസ്ത്രം ഇല്ല, അപ്പൊ ഇവൻ സ്വതന്ത്രൻ, അവന് വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞു. അപ്പോ കാലത്തിനനുസരിച്ച് കോലം മാറിക്കോട്ടെ സാറേ, എന്തോ വേറൊരു ചർച്ച. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അടുത്തത് ശ്രീ മണികണ്ഠനാണ്, പാലക്കാട്. ശ്രീ മണികണ്ഠനിലേക്ക് വരുമ്പോൾ നമുക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. പട്ടി കടിച്ചും പേവിഷബാധയേറ്റും ഒത്തിരി പേർ മരിക്കുന്നു, ഒരു ചർച്ചയും വേണ്ടേ സാർ? 3 ദിവസം ഗുണമില്ലാത്ത ചർച്ചയാണ് നടക്കുന്നത്, ജയകുമാർ പറയുന്നു. ശ്രീ ജയകുമാർ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ നിരന്തരം ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ഇടയ്ക്കൊരു മാറ്റം കൂടി വേണ്ടതിൻ്റെ ഫലമായിട്ട് എടുത്താണ്. കറുപ്പ് പരിശുദ്ധിയുടെ ചിഹ്നമല്ല, ദുഃഖത്തിൻ്റെതാണ് എന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെ ഒന്നുമില്ല ശ്രീ ജയകുമാർ. കറുപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗതമായും നൂറ്റാണ്ടുകളായും കറുത്ത മനുഷ്യരെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി അത് മോശപ്പെട്ട കളറാണ്, വെള്ള കളറാണ് നല്ലത്. അന്ന് അധികാരമുണ്ടായിരുന്ന മനുഷ്യർ, അന്ന് ഈ ലോകത്ത് ഈ കറുത്ത മനുഷ്യരെയൊക്കെ കൈയടക്കി വെച്ച് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വെള്ള മനുഷ്യരായതുകൊണ്ട് വെള്ളയ്ക്ക് എന്തോ ഒരു പരിശുദ്ധമായ നിറമാണ്, അത് മഹത്തരമാണ്, കറുപ്പ് മോശപ്പെട്ട നിറമാണെന്ന് വന്നതാണ്. അല്ലാതെ കറുപ്പ് കറുപ്പിനേക്കാൾ ഏതെങ്കിലും തരത്തിൽ മഹത്തരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ടതില്ല. അങ്ങനെ കറുപ്പിൻ്റെ വെളുപ്പിനും അങ്ങനെ ചില രാഷ്ട്രീയം കൂടി ഉണ്ട്, നമ്മളറിയാതെ അങ്ങനെ പെട്ടുപോകുന്നതാണ്. കിരൺ, അത് സുനിമോൾ എഴുതിയേക്കുന്നത് മംഗ്ലീഷാണ്, വായിക്കാൻ ഇത്തിരി പ്രയാസമാണ്. മറ്റൊന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിരിക്കുന്നു. നമസ്കാരം. നേരത്തെ ഖദറണിഞ്ഞ കോൺഗ്രസ്സുകാർ ഖദർ ഉപേക്ഷിക്കുകയും നേരത്തെ ഖദർ ധരിക്കാത്ത CPM നേതാക്കൾ P. ജയരാജനെ പോലെയുള്ളവർ
ഇപ്പോൾ ഖദർ ധരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഖാദി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം, പി ജയരാജൻ. അദ്ദേഹം ഖദർ ധരിക്കുന്നു. ഖദർ ധരിച്ചുകൊണ്ട് രാത്രിയിലെ കൂടിക്കാഴ്ചകൾ നടക്കുകയില്ല എന്ന് VC തോമസ് പറയുന്നു. ഖദർ നല്ല രീതിയിൽ ഉടുത്താൽ സമൂഹത്തിൽ സൂപ്പർ തന്നെയെന്ന് ജോസഫ് KM പറയുന്നു. ഖദറല്ല, ഏത് വസ്ത്രം ഉടുത്താലും നല്ലത് തന്നെയാണ്. ശ്രീ ജയകുമാർ ദീപു, ഞങ്ങളും BJPയും ഒന്നാണ്, അത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ജയകുമാർ. അത് പൂർണ്ണമായി എനിക്ക് മനസ്സിലായില്ല. ദീപുവിനെതിരെ എന്തോ പറഞ്ഞു അതാണെന്ന് തോന്നുന്നു, പൊളിറ്റിക്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ശ്രീ മണികണ്ഠനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ശ്രീ മണികണ്ഠൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. അതെ, ഈ അജയ് തറയിന് ഇപ്പൊ കുറച്ചായിട്ട് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഒന്ന് ഇറങ്ങി കടന്നറിഞ്ഞു നിൽക്കാൻ വല്ലതും ചെയ്തതായിരിക്കും. പുള്ളിക്ക് ആരോടെങ്കിലും എതിർപ്പുണ്ടോ? അത് നേരിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. കളറിട്ട ആളെ അത്രേ ഉള്ളൂ ഇതിനെ കാണേണ്ടത്. ശരി, ഖദറിന്റെ മാഹാത്മ്യം ഇപ്പൊ അജയ് തറയിൽ കോൺഗ്രസുകാർക്കോ നാട്ടുകാർക്കോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക, അതാ നല്ലത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ ഷാജി, കേൾക്കാമോ? കേൾക്കാം. അല്ല, ഈ ഖദറോ ഒക്കെ ഇട്ടോട്ടെ, കാലാനുസൃതമായ മാറ്റം വരട്ടെ, ഒരു ചേഞ്ചസ് ഒക്കെ വരട്ടെ. എനിക്ക് പറയാനുള്ളതെന്ന് പറയാം, തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. പിന്നെ അസംബ്ലി ആയാലും അതുപോലെ തന്നെ അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും. പിന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എത്രയ്ക്കായാലും പിന്നെ സീറ്റ് കിട്ടാത്തവരും കിട്ടിയവരും ഒക്കെ ഉണ്ടാവും. പണ്ട് കിട്ടാത്തവര് പിന്നെ KPCC ഓഫീസിന്റെ അടുത്ത് നിന്ന് ആരെയും മുണ്ട് പറിച്ചുകൊണ്ട് ഓടിയതുപോലെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും വസ്ത്രം ധരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും സ്നേഹമായിട്ട്. ശരി, ശ്രീ രമേശാണ്, നീലേശ്വരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശ്, താങ്കൾ എങ്ങനെയാണ് ഈ കളർ ഖദർ ചർച്ചയെ കാണുന്നത്? സാറേ, ഖാദി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വസ്ത്രം എന്ന് കരുതുന്നത് തെറ്റായ ഒരു ധാരണയാണ്. ഇപ്പൊ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ആദ്യകാലത്ത് ഖാദി മാത്രം ഉണ്ടാകുന്ന സമയത്ത് വെറുതെ ചർക്കയിൽ നൂൽ നൂറ്റിട്ട് മാത്രം ഉണ്ടാക്കുന്നത്. പിന്നീട് ഒരുപാട് ടെക്നോളജിയിൽ വ്യത്യാസം വന്നപ്പോൾ കളറൊക്കെ ഒരുപാട് ഖാദിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ഖാദി വളരെ സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചാലേ ഖാദി ആവും എന്നുള്ള ധാരണ വെറും തെറ്റാണ്. അത് ഇപ്പോൾ മന്ത്രി P രാജീവ് തന്നെ ഇട്ടിരിക്കുന്നു. ഖാദിയിൽ നല്ല പല നിറത്തിലുള്ള ഖാദി ഉണ്ട്. ആ ഷർട്ട്, അദ്ദേഹം അങ്ങനത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടേക്കാണ്. അദ്ദേഹം ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് നീല അത്ര ഒരു ഖാദി ഷർട്ട് ഇട്ടാണ് പരസ്യം. സർക്കാർ ഉദ്യോഗസ്ഥരോട് ഈ ഖാദിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആഴ്ചയിൽ ഒരു ദിവസം ഖാദി ധരിക്കണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ ഇട്ട ആൾക്കാരാണ്. ഇപ്പോഴും നമ്മൾ ഇടുന്നുണ്ട്. ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെസ്സേജ് ആയിട്ട് പറയുന്നതല്ല. ഖാദി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ആശയമാണ്. ഗാന്ധി തന്നെ പറഞ്ഞത് ഖാദി ഒരു വസ്ത്രം മാത്രമല്ല, അതൊരു ആശയമാണ് എന്നാണ് പറഞ്ഞത്. സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. ശ്രീ രമേശ്, നമ്മൾ അങ്ങനെ അത്തരം ആശയത്തെ ഏതെങ്കിലും തരത്തിൽ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുകയൊന്നുമല്ല. ഈ പുതിയ കാലത്ത് ഒരു നേതാവ് പറയുന്നു, നിങ്ങൾ ഖദർ തന്നെ ഇടണം, കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം എന്ന് പറയുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികതയില്ലേ? അതുകൊണ്ട് അതിൽ നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. അങ്ങനെ നല്ല കാര്യം തന്നെയാണ്, തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ വെള്ള തന്നെ ധരിക്കണം എന്നൊന്നുമില്ല. കളർ ഏത് കളറായാലും കുഴപ്പമില്ല. ഖാദി വസ്ത്രം എന്നുള്ളത് ഒരു ഇൻഡിജിനസ് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ. ശരി, എന്തുകൊണ്ടും അത് അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഖാദി എന്ന് പറയുന്നതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. ഖാദി വസ്ത്രങ്ങൾ അത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ധാരയുടെയൊക്കെ ഭാഗമാണ് എന്നുള്ളതും, ഒരു കാലത്ത് രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ ആയുധമായി ഇന്ത്യ ഉപയോഗിച്ച ഒന്നാണ് ഖാദി എന്നുള്ളതും എല്ലാം ശരിയാണ്. പക്ഷേ പുതിയ കാലത്ത് നിങ്ങൾ ഖാദി ധരിച്ചാലേ കോൺഗ്രസിന്റെ നേതാക്കളാവൂ എന്നൊക്കെ ചിലർ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് യുവാക്കൾ പറയുകയും ഒക്കെ ചെയ്യും. സ്വാഭാവികമായി അത്തരം ചർച്ചകളും ഒക്കെ വരും. എന്തായാലും അല്പം തമാശ കൂടി കലർന്നതായിരുന്നു ഇന്നത്തെ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ എന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.